വലിയ ആൾക്കൂട്ടമായിരുന്നു, വലിയ പിന്തുണയായിരുന്നു. എന്തോ തീർച്ചയായിട്ടും വലിയ എന്താ പറയുക, ഇന്ന് പഞ്ചായത്ത് തലത്തിലുള്ള സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുമ്പോൾ ഇന്നലത്തെ ഒരു ജനസാന്നിധ്യം ഒരു വലിയ ആവേശമായി തോന്നാണ്. ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള ജനപിന്തുണയും ആൾക്കൂട്ടവുമാണ് പരിപാടികൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലമ്പൂരിൽ UDF ചരിത്രപരമായൊരു ഭൂരിപക്ഷം നേടുമെന്ന കാര്യത്തിൻ്റെ വളരെ വ്യക്തമായൊരു തെളിവാണ് ഇന്നലെ കണ്ട ആ വലിയ സാഗരം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പാണക്കാട് കുടുംബം വിട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല. എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം ലീഗ് നേതാവായ പാണക്കാട് തങ്ങളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ആദ്യമായി എൻ്റെ പ്രചരണ പരിപാടി ആളുകളെ കാണാൻ തുടങ്ങിയത് തന്നെ പാണക്കാട് കുടപ്പനക്കൽ കുന്നിൽ തറവാട്ടിൽ നിന്ന് ഉള്ള അനുഗ്രഹം തേടിക്കൊണ്ടാണ്. എൻ്റെ എല്ലാ കാലത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും എൻ്റെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്ത അന്ന് സാദിഖ് അലി തങ്ങളായിരുന്നു. സാദിഖ് അലി തങ്ങളത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങളല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ, അതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങളാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന ചില വാർത്തകൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി പറഞ്ഞ് സമയം കളയാനൊന്നും ഞാനില്ല. എനിക്ക് എൻ്റെ മുൻപിൽ കുറേ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കാനുണ്ട്, പരമാവധി ജനങ്ങളുമായി വോട്ട് ചോദിക്കാനുണ്ട്. നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരോടൊപ്പം നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതിലെ കൊടുത്തൊരു ഉമ്മ, അതൊരു ഒന്നൊന്നര ഉമ്മയായിരുന്നു. എന്താ ഇങ്ങനെ സാധാരണ കോൺഗ്രസ്സുകാരിൽ നിങ്ങൾ കാണാറില്ല? ഞാൻ എൻ്റെ നേതാക്കന്മാർ പരമാവധി ആളുകളെ എന്നെ കൂടുതൽ ഈ കാര്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഞാൻ കഴിയാവുന്ന ആളുകളെയൊക്കെ ആശ്ലേഷിച്ചിട്ടുണ്ട്. ആശ്ലേഷം നിങ്ങൾ കണ്ടു കാണും. ഞാൻ KC വേണുഗോപാൽ എല്ലാവരെയും ആശ്ലേഷിച്ചിട്ടുണ്ട്. അതൊരു സ്നേഹപ്രകടനമാണ്. ഞങ്ങൾ വളരെ ഒറ്റക്കെട്ടായി, നിങ്ങളൊന്നും വിചാരിച്ച പോലെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ, പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ നിങ്ങൾക്കറിയാം. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. ആര് CPM വാങ്ങുന്നു? ഞാൻ ചോദിക്കുന്നതല്ല, ഇതൊക്കെ CPM കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. മലപ്പുറത്ത് അതിനെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഞാൻ അതിലേക്ക് ഒന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. കാരണം CPM ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും, അതിന് പല ന്യായീകരണങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിപ്പോൾ ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും, അത്തരം വിവാദങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങളും വിചാരിക്കേണ്ട, ആരും വിചാരിക്കേണ്ട. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജകമണ്ഡലത്തിൽ എനിക്ക് ചെയ്യാനുള്ള, എനിക്ക് പറയാനുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എവിടെയും പോകുന്നത്. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലല്ലോ എവിടെയും പോകുന്നത് അല്ലല്ലോ. ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാലുള്ളൂ നിങ്ങൾക്കറിയാൻ പറ്റും. ഓക്കെ, ശരി.